ഗൈസ് വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടൻ നമ്മൾ ഇന്നാളൊരു വീഡിയോ ചെയ്തില്ലേ, ഏത് ഫുഡ് കഴിക്കുന്ന വീഡിയോ ചെയ്തില്ലേ, അത് ഭയങ്കര റീച്ചായി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നിന്ന് കഴിച്ചത് ആക്ച്വലി ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്, ഇപ്പോഴാണ് കഴിക്കാൻ പറ്റാത്തത്. മറ്റേ ബീഫും പൊറോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി താഴത്ത് വട്ടിട്ടൊക്കെ ഇരുന്നിട്ടൊക്കെ കഴിക്കാട്ടെ. ഇപ്പോഴെപ്പോഴെങ്കിലൊക്കെ നടക്കും, ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ അപ്പം ഞാൻ നീലചേട്ടനും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. പവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കണ്ണട വയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കണ്ണട നോക്കണം. പിന്നെ ഇവരുടെ ക്യാഷിനോട്ടും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അത് മേടിക്കണം. പിന്നെ വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അല്ലൂസും കാഴ്ചക്കൂട്ടനും സ്കൂളിൽ പോയിരിക്കുകയാണ്. അതിന് കൂട്ടന് ചെറിയൊരു ചൂട് കണ്ടപ്പോൾ അവനെ വിട്ടില്ല, അങ്ങനെ അത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം അവനുണ്ട് ഞങ്ങളെ കൂടെ കേട്ടോ. ഇതെങ്ങനെ അല്ലു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയം പൊട്ടി ഇറങ്ങട്ടെ. അപ്പൊ കുറ്റ ബായ് കുറ്റൻ. സ്കൂളിലേക്കല്ലേടാ പോണത്? സ്കൂളിൽ പോണ എനിക്ക് വേണ്ട, പാർക്കിൽ പോയാൽ മതി അല്ലേ? നമ്മുടെ ചെക്കന്മാരൊക്കെ നല്ല പിള്ളേരായിട്ട് സ്കൂളിൽ പോകുന്നു കേട്ടോ. അപ്പോൾ കരച്ചിലൊക്കെ ഉണ്ട് അല്ല കുട്ടീനെ ചെറുതായിട്ട്, പക്ഷെ അതൊരു 1 hour ഒക്കെ കഴിയുമ്പോഴേക്കും സെറ്റ് ആവുന്ന ടീച്ചർ പറഞ്ഞത്. അപ്പോൾ തന്നെ ടിഫിനും ലഞ്ചും ഒക്കെ ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്. ചോറും അതേപോലെ എന്തെങ്കിലും കറിയും കൊടുത്തയക്കുന്ന ദിവസങ്ങൾ അത് ഇങ്ങനെ തന്നെ കൊണ്ടുവരും കേട്ടോ. അവർക്ക് ദോശയും സംഭവങ്ങളും വെള്ളപ്പൊക്കെ ആണെങ്കിൽ പിന്നെയും കഴിച്ചോളൂ. കണ്ണാടൊക്കെ മേടിക്കാൻ പോകണോ ഞങ്ങക്ക്? ചെറിയൊരു പനി, അതാണ് സ്കൂളിൽ വിട്ടില്ല. വേണ്ട ചെല്ലട്ടോ, പോയിട്ട് എനിക്ക് വേണ്ട, ചായ കുടിച്ചോളൂ. ലേറ്റ് ആയി കുടിച്ചപ്പോ. ഇത് നമ്മുടെ മാമനാണ്, അതായത് അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഷാലിക്കൊച്ചാൻ എൻ്റെ വീഡിയോസിലൂടെ ഒക്കെ കണ്ടിട്ടും ഹസ്ബൻഡാണ്. അപ്പം മാമൻ്റെ കയ്യിൽ നിന്ന് റൊട്ടി കിട്ടിയ അടിപൊളി റൊട്ടിയാണ്. അതൊരെണ്ണം ഉള്ളെങ്കിൽ കൂടിയും അതൊരെണ്ണം വയറ് നിറയായിരുന്നു, വലിയ റൊട്ടിയായിരുന്നു. അത് അവനും കൊടുത്തു, ഞാനും നീൽച്ചാട്ടനും കഴിച്ചിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പോണത് കണ്ണ് ആയൊരു പവർ ഇത് കിട്ടിയിട്ടുണ്ടല്ലോ, ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക്, അത് കൊടുത്തിട്ട് പവർ കയറ്റണം. കണ്ണാടയുടെ ഫ്രെയിം സെലക്ട് ചെയ്യണം. എനിക്ക് എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലോങ് ഉള്ളതൊന്നും പെട്ടെന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതായത് ടി വിയിൽ വരുന്നൊക്കെ ചെറിയ അക്ഷരങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണ് ചുളിച്ച് പിടിച്ച് കാണേണ്ടി വരും. അപ്പോൾ ഞാൻ പോലും അറിയാണ്ട് ഇപ്പം അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആയി തുടങ്ങി. ഇപ്പോൾ ടി വിയോ ഫോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡൊക്കെ വായിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചുളിച്ച് പിടിക്കാൻ തുടങ്ങി, സ്ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഫോക്കസും കൂടി നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് വേഗം പോയിട്ട് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത്. കണ്ണാടി ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇവന്മാർ എപ്പോഴെപ്പോഴും വലിച്ചിട്ട് കളിക്കുന്നതുകൊണ്ട് അത് എൻ്റെ ഒരു വിധമായി, എൻ്റെ കാലൊക്കെ ഒടിഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ സ്കൂളിൽ പോവല്ല, അപ്പം എനിക്ക് കുറച്ച് നേരമെങ്കിൽ ആ നേരം വെക്കാമല്ലോ. പിന്നെ ഫോൺ യൂസേജ് എനിക്ക് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ വീഡിയോസ് എടുക്കുമ്പോഴും എഡിറ്റ് ചെയ്യാനൊക്കെ ആയാലും രാത്രിയാണ് ഞാൻ മിക്കതും എഡിറ്റൊക്കെ ചെയ്യാറ്. അപ്പോൾ എന്തായാലും കണ്ണട വേണം. അപ്പം നിങ്ങൾ തന്നെ പറയും, ഞാൻ കുറച്ച് കണ്ണടകളൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്, എനിക്ക് ഫ്രെയിമിൻ്റെ തിക്ക് കൂടിയത് കുറച്ച് ഫേസിന് എന്തോ പോലെ ഉണ്ട്. അതേ സ്ഥലത്ത് ഫ്രെയിമിന് തിക്ക് കുറഞ്ഞത് തിന്നായിട്ട് ഉള്ളതാണെങ്കിൽ കുറച്ച് വൃത്തിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട്. പിന്നെ എൻ്റെ വലിയ കണ്ണാണ്, എൻ്റെ കണ്ണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഒരു ഫേസിൽ. അപ്പോൾ അത് ഹൈഡ് ചെയ്തിട്ടുള്ള കണ്ണടകൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, സത്യം പറയാമല്ലോ ഗൈസ്. അപ്പം നീൽച്ചേട്ടൻ പറയാം, നിനക്ക് ആ ഫ്രെയിം നല്ല ഭംഗി, ഇത് ഫ്രെയിം, പക്ഷെ അതൊക്കെ വെക്കുമ്പോൾ എൻ്റെ കണ്ണ് കാണില്ല. ഞാൻ എന്തിനാണ് പിന്നെ കണ്ണൊക്കെ എഴുതുന്നത്? സത്യം പറയാമല്ലോ, ഞാൻ കണ്ണ് എഴുതാണ്ട് എൻ്റെ മിക്ക വീഡിയോസിൽ ഞാൻ പറയുന്നതാണ്, കണ്ണ് എഴുതാണ്ട് ഞാൻ പുറത്തേക്ക് പോവില്ല എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിൽ. അതെൻ്റെ ഒരു കോൺഫിഡൻസാണ്. പലർക്കും പിരിക് എഴുതുന്നതോ ലിപ്സ്റ്റിക്ക് ഇടുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുടി ഇരിക്കട്ടെ, ഇതൊക്കെ ഓരോരുത്തരുടെ കോൺഫിഡൻസ് ഇല്ല പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. പക്ഷെ എനിക്ക് അതൊന്നല്ല, എനിക്ക് കണ്ണ് എഴുതണം. അപ്പോൾ എൻ്റെ കണ്ണും കൂടിയും കാണാൻ പറ്റിയ നല്ലൊരു ഫ്രെയിമാണ് ഞാൻ നോക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ട്രാക്ക് സ്യൂട്ട് മേടിക്കാനുണ്ടായിരുന്നു. ജിമ്മിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം. അപ്പോൾ വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് 1-2 ഡ്രസ്സ് നോക്കിയതാണ്. അപ്പോൾ ഒരെണ്ണം കിട്ടിയുള്ളൂ, ഒരു പാൻറ്റേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മാഞ്ഞാലി ബിരിയാണി കഴിക്കാൻ വന്നു കേട്ടോ. എനിക്കിഷ്ടമാണ് ബിരിയാണി, ഇവിടുത്തെ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ്. ഇവിടെ വേറെ ഒന്നുമില്ല. ഇത് നമ്മുടെ കൊടുങ്ങല്ലൂർ കിഴക്കോട്ട് പോകുമ്പോൾ തന്നെ, കിഴക്കോട്ടെന്നല്ല പറയാം, കോട്ടപ്പുറത്തേക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിനെക്കൂട്ടനെ ഞാൻ അധികം ബഹളം ഒന്നും വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും സത്യം പറയാമല്ലോ ഫോൺ കാണാറില്ല. സാധാരണ സ്ക്രീൻ
ടൈം കൂടിയും ഇവർക്ക് ഇപ്പം ഇല്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്കും ഗുഡ് ബോയ്സ് ആയിട്ടുണ്ട്. ഇവർ ഫോൺ കണ്ടില്ലെങ്കിൽ ഇവർക്ക് ഒട്ടും വേണ്ട. ഇപ്പം ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് അവൻ യൂസ് ചെയ്യുള്ളൂ. അപ്പോഴേക്കും അവർ മടുക്കും, അവന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഭയങ്കര മെച്ചപ്പെട്ടു അവർ സ്ക്രീൻ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ പറയില്ല 1 മണിക്കൂറൊക്കെ ഒരു ദിവസത്തേക്ക് കൊടുക്കുക, അതുപോലെ ഇവർ കാണൂല. സത്യം പറയാമല്ലോ ഗൈസ്. അതെന്തായാലും അവർ കാണിച്ചില്ലെങ്കിൽ അവർ കാണില്ല. അത് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളത് ട്രൈ ചെയ്താൽ അത് ശരിയാവുമെന്ന് പറയുന്നത് സത്യമായിട്ടോ. ഞാനും വിചാരിച്ചിരുന്നു അവർക്ക് ആദ്യമൊക്കെ ഫോൺ കൊടുക്കുമ്പോൾ അതെങ്ങനെ ഇല്ലാണ്ട് ഫുഡൊക്കെ കൊടുക്കുന്നു. പക്ഷെ ഇപ്പോൾ അവർ സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവനൊരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു. അതിനി നമുക്കിനി പോകേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷൂസ് മേടിക്കാനുണ്ട് ജിമ്മിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. ഏതാണ് നോട്ടെ? മറ്റേതൊരു ആ കളറല്ല ഏതാണ് ഇഷ്ടമായത്? അങ്ങനെ ഒരു റെഡ് നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, കണ്ണട വെക്കുമെന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം തന്നെയാണ്. കണ്ണട വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് പുറത്ത് പോകുമ്പോഴും വെക്കേണ്ടി വരും. പക്ഷേ കണ്ണട വെച്ചില്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് സൈഡ് കൂടുതലാണ്. അതിൻ്റെ കോൺസിക്വൻസ് നമുക്ക് അത് ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് വല്ല ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വന്നാലോ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ ഒരു കാഴ്ചക്കുറവ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷോർട്ട് സൈറ്റോ ലോങ് സൈറ്റോ ഉണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്ത് കണ്ണട വെക്കണം. അത് എൻ്റെ മിസ്റ്റേക്കാണത്. മിസ്റ്റേക്ക് മീൻസ് എനിക്ക് ആ ഒരു സമയത്ത് ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റിയിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും കണ്ണട കിട്ടിയിട്ട് ഫുൾ വെക്കണം. പക്ഷേ ഗൈസ് കണ്ണെഴുതിയതൊന്നും കാണൂല. അതാണ് എൻ്റെ ചെറിയൊരു വിഷമം. അത് നിങ്ങൾക്കത് പറയുമ്പോൾ നിങ്ങൾ ഏത് സെൻസിലെടുക്കുമെന്ന് എനിക്കറിയില്ല. അതൊരു വിഷമം തന്നെയല്ലേ. നമുക്ക് വലിയ കണ്ണൊക്കെ ഉള്ളവർക്ക് നല്ല ഭംഗിയിൽ കണ്ണൊക്കെ എഴുതിയിട്ട് പുറത്ത് പോകുമ്പോൾ ഒക്കെ അതിൻ്റെ മുകളിൽ കണ്ണട വയ്ക്കുന്ന അയ്യോ പുറത്ത് പോകുമ്പോൾ ഞാൻ കണ്ണട വയ്ക്കൂല. അടുപ്പിച്ച് ഒരാഴ്ച തന്നെ കണ്ണട വെച്ചാൽ തന്നെ പിന്നെ നമുക്ക് കണ്ണട എടുക്കാമെന്ന് തന്നെ നമുക്ക് തോന്നൂല അല്ലേ. അത് കണ്ണട വയ്ക്കുന്നവർക്ക് അറിയാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ അജ്മാനിൽ കയറിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ മിക്സ്ഡ് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു. ഇവർക്ക് ടിഫിനൊക്കെ കൊടുത്തയക്കാനും. പിന്നെ വീട്ടിലുള്ളവർ എല്ലാവരും ജിമ്മിന് പോകുന്ന ആൾക്കാരല്ലേ, അച്ഛനമ്മ ഒഴിച്ച്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടായാലും ക്യാഷൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അജ്മാനിൽ കയറിയിരിക്കുകയാണ്. എല്ലാവരും കുറച്ചിട്ടായിട്ടാണ് മേടിക്കുന്നത് ആവശ്യത്തിന്. കാരണം കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഇവരും കുറേ തിന്നും. ഇവർക്ക് ക്യാഷ് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അതായത് കുറേ കഴിക്കാൻ പാടുള്ള സാധനങ്ങളാണ് ഇവർക്ക് കുറേ ഇഷ്ടം. എന്താല്ലേ. അത് ജ്യൂസും മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഓഫറിൽ 2 ഇതിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ 2 ജ്യൂസും മേടിച്ചു. രണ്ടും ഭയങ്കര ഒരു മാതിരി ഫ്ലേവറായിരുന്നു കേട്ടോ. നമ്മൾ ഈ സ്പ്രൈറ്റും അല്ലെങ്കിൽ ഇതൊന്നും കുടിക്കുന്ന പോലെയല്ല. നല്ല ജ്യൂസിൽ ചിലപ്പോൾ മറ്റൊന്നൊരു കേറ്റോയാ അതങ്ങാണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ പിള്ളേരുടെ അടുത്തിട്ട് അങ്ങോട്ട് ചെല്ലാന്ന് 5-ൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അല്ലും കാശിയും എന്തായോ എന്തോ എന്ന് നമുക്ക് അറിയാം. ഇവിടെ എത്തിയപ്പോഴേക്കും അയിനുവിന് പേടിയായി. അയിനുവിന് സ്കൂളിൽ ചേർക്കാൻ പോവാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അയിന് ടെൻഷൻ അടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ കാശിക്കൂട്ടൻ പുറത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങളെ കണ്ടു എന്ന് തോന്നുന്നുണ്ട്. അവന്മാർക്ക് ആ ജനലിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റുന്നു നമ്മളെ. അല്ലൂസ് ഉറക്കത്തിൽ നീന്തപ്പോൾ ചെറിയൊരു ചിണുക്കായത് തൊട്ട് അമ്മമാരൊക്കെ വന്ന് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അവനാരും വന്ന് കൊണ്ടുവന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ അങ്ങനെ ഞാൻ ചെന്ന് സമാധാനിപ്പിച്ചപ്പോൾ അവൻ ഓക്കെ ആയി. ഇതേ തിരിച്ചു പോവാണ്. പിന്നെ നമ്മുടെ ജ്യൂസും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് കൊടുക്കണം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാറുവിനെയും കിട്ടും. അപ്പോൾ നീച്ചാട്ടത്തെ പാറുവിനെ എടുക്കാൻ പോയിരിക്കുകയാണ്. വെരി ഗുഡ് ബോയ് ചേച്ചിയമ്മക്ക് കൊടുക്കണുണ്ട് പൊന്നെ കേട്ടാ. ചേച്ചിയമ്മക്ക് കൊടുക്കണട്ടാ. ദേ നമ്മുടെ പാറുമ്മ എത്തിയിട്ടുണ്ട്. പാറുക്കുട്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ജ്യൂസ് കൊടുത്തിട്ട് തേപ്പ് നമ്മുടെ പിള്ളേർ സെറ്റ് ഫുള്ളും ഹാപ്പിയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. ഞാൻ കണ്ണട വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടാവുന്നു. പക്ഷേ കണ്ണട കുറച്ച് നാൾ വെച്ചാലേ നമുക്ക് ഈ ഒരു പവർ കോൺസ്റ്റൻ്റ് ആയാലും അത് കഴിഞ്ഞ് നമുക്ക് ഇത് വയ്ക്കാൻ പറ്റുള്ളൂ, ലെൻസ് വയ്ക്കാൻ പറ്റുള്ളൂ. കോൺസ്റ്റൻ്റ് ആക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.